നാടകത്തിന്റെയും നൃത്തത്തിന്റെയും ചോറുണ്ടാണ് താൻ വളർന്നതെന്ന് ചലച്ചിത്ര താരം ഉർവശി. ഒ മാധവൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ഒ മാധവൻ ഫൗണ്ടേഷൻ അവാർഡ് സമർപ്പണവും കാളിദാസ കലാകേന്ദ്രത്തിന്റെ 62ാമത് നാടകമായ ശാകുന്തളത്തിന്റെ ആദ്യ പ്രദർശനവും കൊല്ലം സോപാന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉർവശി. കാരണം നാടകക്കാരെ പഴയ കലാകാരന്മാർക്ക് എന്താ പറയുക, വലിയ കഷ്ടപ്പാടാണ് ജീവിതം. ഇപ്പോഴും സാമ്പത്തികം അല്ലെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനേ പറ്റാറില്ല. പക്ഷേ എൻ്റെ അച്ഛനും മാധവമാവനൊക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുടുംബത്തിലുള്ളവരെയും ആ കലയുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഒരു നഷ്ടബോധം നമുക്ക് തോന്നിയിട്ടില്ല. സൂര്യ കൃഷ്ണമൂർത്തി, KPAC ലീല എന്നിവർക്ക് ഉർവശി പുരസ്കാരം സമ്മാനിച്ചു. സിനിമാ രംഗത്തുള്ളവർക്ക് വൻതുക പുരസ്കാരത്തിനൊപ്പം നൽകുമ്പോൾ നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തുച്ഛമായ തുകയാണ് നൽകുന്നതെന്ന് സൂര്യ കൃഷ്ണമൂർത്തി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അവാർഡിനൊപ്പം ലഭിച്ച പുരസ്കാര തുക കൊല്ലത്തെ നാടക പ്രവർത്തനങ്ങൾക്കായി സൂര്യ കൃഷ്ണമൂർത്തി തിരികെ നൽകി. 50 കൊല്ലമായി എനിക്ക് അവാർഡുകൾ കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 250 അവാർഡ് കിട്ടി. അതിനോടൊപ്പം എനിക്ക് പണവും കിട്ടിയിട്ടുണ്ട്. ആ പണം ഞാൻ സ്വീകരിക്കാറില്ല. ഇത് കൊല്ലം ജില്ലയിലെ നാടക പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുന്നു. കൊല്ലം മാസിന് വേണ്ടി പ്രസിഡന്റ് എക്സേണസ്റ്റ് വിജയകുമാരി ഒ മാധവനെ ആദരിച്ചു. ബേബി കുര്യൻ, ജീവനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ SR അരുൺബാബു, കാളിദാസ കലാകേന്ദ്രം ചെയർമാൻ EA രാജേന്ദ്രൻ, കൊല്ലം ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് പ്രതാപാർ നായർ, സെക്രട്ടറി പ്രദീപ് ആശ്രാമം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സുജിലി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ജയശ്രീ ശ്യാംലാലിന്റെ മഹാഭാരതത്തിലൂടെ ഒരു യാത്ര എന്ന പുസ്തകം ഉർവശിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഒ മാധവൻ ഫൗണ്ടേഷൻ ചെയർമാൻ K വരദരാജൻ അധ്യക്ഷനായിരുന്നു. CR മഹേഷ് MLA, മാസ് പ്രസിഡന്റ് എക്സേണസ്റ്റ്, CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, ചലച്ചിത്ര നടൻ കൊല്ലം തുളസി, സന്ധ്യ രാജേന്ദ്രൻ, ഉദയകുമാർ, അഞ്ചൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി M മുകേഷ് MLA, ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ R റോണക് തുടങ്ങിയവരും പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.